ലവ്സ്, ഒരുപാട് നാളുകൊണ്ട് ഞങ്ങൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകണം, ടൂറ് പോകണം എന്ന് ആലോചിച്ചിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ട്രിപ്പ് പോകുന്ന ആൾക്കാരല്ല. ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. പിന്നെ ഞങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെ കിട്ടിയ കുറച്ച് കുട്ടികൾക്ക് പറ്റിയ സ്പോട്ടുമായിട്ട് നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് മൂവ് ചെയ്തു. ട്രിവാൻഡ്രത്ത് ഇതെന്ന് പറയുന്ന വെലി എന്ന് പറയുന്ന സ്ഥലത്ത്, വെലി വില്ലേജ് ടൂറിസോ അങ്ങനെ എന്തോ ഗവൺമെൻറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പം കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു പാർക്കാണെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇത് വൻ ശോകമായിരുന്നു കേട്ടോ. പാർക്കിൽ അധികം കളിക്കാനുള്ള ആക്സസറീസ് ഇല്ല, ഉള്ളത് തന്നെ അത്യാവശ്യം പഴകിയതാണ്. പിന്നെ ഒന്നുമില്ല. പിന്നെ ഒരു ബോട്ടിംഗ് എന്ന് പറയാൻ ബോട്ടിംഗ് ഉണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നമുക്ക് കറങ്ങി വരാം, അത്രേ ഉള്ളൂ. പക്ഷേ അതും വേർത്തല്ലായിരുന്നു. ആകെ വേർത്തെന്ന് പറയാൻ ഈ ഒരു ട്രെയിൻ യാത്ര ഉണ്ടായിരുന്നത് അത്യാവശ്യം നമുക്ക് ട്രെയിനിൽ പോകുന്ന ഒരു ഫീല് തന്നെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ആംബിയൻസ് വൈസും നല്ല രസമായിരുന്നു. ഈ ട്രെയിൻ നമ്മളെ കൊണ്ടുപോകുന്ന ഓരോ സ്ഥലങ്ങൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് വേർത്തായിട്ട് തോന്നിയത് ഈ ട്രെയിനാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല ഗൈസ്, എന്നാലും അധികം റേറ്റ് ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു കുഞ്ഞു കുട്ടികൾക്ക് എൻ്റെ മോക്ക് ഇതിൻ്റെ റേറ്റൊന്നും അവർ കാശൊന്നും എടുത്തില്ല, ഇത് ഫ്രീ ആയിരുന്നു. പിന്നെ എത്ര വയസ്സ് 5 വയസ്സിന് മേളിലുള്ള പിള്ളേർക്കാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ട്രെയിൻ യാത്രയായിരുന്നു. അത്യാവശ്യം കാണാൻ കുറേ മനോഹരമായ സീനറീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കടലുണ്ട് കേട്ടോ. പക്ഷെ കടലുമായിട്ട് ഇത് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. നമുക്ക് ദൂരെ നിന്ന് കടലുണ്ട് എന്നൊരു കാഴ്ച മാത്രം, അല്ലാതെ ഫുള്ള് കായലും പ്ലേ ഏരിയയും അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ അപ്പം ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ട്രിപ്പ് പോയത്. ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പേ പോയത് നമ്മൾ ഫേമസ് സ്പോട്ടായ ലുലു മോളും അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെ ഞങ്ങൾ ബോട്ടിങ്ങിന് പോകുന്നതും കുട്ടി കാര്യങ്ങളും ഒക്കെ ഷോർട്സിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാം. അപ്പം അത്രേ ഉള്ളൂ. പ്ലീസ് കീപ്പ് എൻജോയിങ് ദ സീനറീസ്. കാരണം ഈ ഒരു ട്രെയിൻ യാത്ര മാത്രം ഉണ്ടായിരുന്നു വേർത്തായിട്ട്. അതുകൊണ്ട് ഈ ട്രെയിൻ യാത്ര കാണാനാണെങ്കിൽ മാത്രം ഇവിടെ വരിക, അല്ലെങ്കിൽ ഈ സ്പോട്ട് ഞാൻ പറയില്ല. ഇനിയിപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, വെൽ മെയിൻറ്റെയിൻഡും അല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അപ്പം കുട്ടികൾക്ക് ഇതുപോലത്തെ നല്ല സ്പോട്ടുകൾ, ക്രിയേറ്റീവായിട്ടുള്ള സ്പോട്ടുകൾ കുറച്ചുകൂടെ റീവാമ്പ് ചെയ്തെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്ന് തോന്നി. അപ്പോൾ എനിക്കിവിടെ ഇഷ്ടപ്പെട്ട ട്രെയിൻ യാത്ര ഉള്ളത്, അതുകൊണ്ട് ഞാൻ വലുതായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല. എന്നാലും അടുത്ത് ഇതിൻ്റെ ലോക്കലായിട്ടുള്ള ഏരിയയിലുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ട്രെയിൻ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വരാം. അല്ലാത്ത പക്ഷം ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ വേറെ ഏതൊക്കെ സ്പോട്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല. ഞങ്ങളും അതിൻ്റെ അന്വേഷണത്തിലാണ്. ഞങ്ങളുടെ വീഡിയോസ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കീപ് വാച്ചിങ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഞങ്ങളുടെ സ്റ്റേഷൻ എത്തിയിരിക്കുന്നു. പുറപ്പെട്ട സ്ഥലത്ത് ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.